السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. മരിച്ച ആളുകളുടെ പേരിൽ ഹജ്ജ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വാക്ക് അല്ലെങ്കിൽ സത്യം ചെയ്തത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആണിന് പെണ്ണിന് പകരമായി ഹജ്ജ് ചെയ്യാവുന്നതാണ്. അൽ ഹജ്ജി വന്നുദൂരി അനിൽ മയ്യിത്തി വറജുലു യഹുജ്ജു അനിൽ മർഅത്തി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു സ്ത്രീ ജുഹൈന ഗോത്രത്തിൽ നിന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എൻ്റെ ഉമ്മ ഹജ്ജ് ചെയ്യണം എന്ന് സത്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞിരുന്നു, പക്ഷേ അവർ അതിനു മുമ്പ് മരിച്ചുപോയി, ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് എൻ്റെ ഉമ്മാക്ക് പകരം ഹജ്ജ് ചെയ്യാമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഹജ്ജ് അവളുടെ പേരിൽ നിനക്ക് ചെയ്യാം. നിൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും കടം ഉണ്ടായിരുന്നെങ്കിൽ നീ അത് കൊടുത്തു വിടൂലായിരുന്നോ? അതുപോലെ അവരുടെ അള്ളാഹ്ക്കുള്ളൊരു കടമാണിത്, അത് നീ കൊടുത്ത് വിടുക. കാരണം അള്ളാഹുവിൻ്റെ കടത്തിന് അള്ളാഹുവിന് അതിനു മേളിൽ ഭയങ്കരമായ അധികാരമുണ്ട്, ആവശ്യം ഉണ്ട്. അപ്പോൾ അള്ളാഹ്ക്ക് അത് കിട്ടിയേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. عن ابن عباس رضي الله عنهما أن امرأة من جهينة جاءت إلى النبي صلى الله عليه وسلم فقالت إن أمي نذرت أن تحج فلم تحج حتى ماتت أفأحج عنها؟ قال نعم حجي عنها. أرأيت لو كان على أمك دين أكنت قاضيته؟ يقضى الله فالله أحق بالوفاء. ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ യാത്രാ വാഹനത്തിൻ്റെ പുറത്ത് ഇരിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ, വയ്യാത്ത ആളാണ്, രോഗിയാണ്, അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നത് അൽ ഹജ്ജി അമല്ലായസൂത്ത അല റാഹിലത്തി. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശദീകരിക്കുന്നു, ഒരു സ്ത്രീ അൻ ഇബ്നു അബ്ബാസിൻ അൻ ഫദ്ൽ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു അൻ ഇംറഅതൻ. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശദീകരിക്കുന്നു, ഒരു സ്ത്രീ ഖതാം ഗോത്രത്തിൽ നിന്നുള്ളതാണ്. അവർ ഹജ്ജത്തുൽ വദാഇൻ്റെ കൊല്ലത്തിലാണ് വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജിൻ്റെ സമയത്ത്. എന്നിട്ട് പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ പിതാവ് അള്ളാഹുവുമായി ഒരു കടത്തിൽ അല്ലെങ്കിൽ ഇടപാടിൽ പെട്ടു ഹജ്ജിനെ പറ്റിയിട്ട്. അതായത് ഹജ്ജ് ചെയ്യാമെന്ന് നിയത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആൾ ഭയങ്കര പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തിന് ഒട്ടകത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ യാത്രാവാഹനത്തിൻ്റെ പുറത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. ആ കടം വീടുമോ അല്ലെങ്കിൽ ആ നെയ്യത്ത് പൂർത്തീകരിക്കപ്പെടുമോ ഞാൻ അദ്ദേഹത്തിന് പകരം ഹജ്ജ് ചെയ്താൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉവ്വ എന്ന് മറുപടി കൊടുത്തു. അപ്പോൾ ഒരു സ്ത്രീക്ക് അവരുടെ പിതാവിന് വേണ്ടി ചെയ്യാം, അതായത് പുരുഷന്മാരും സ്ത്രീ അങ്ങോട്ടും മാറി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അനിൽ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ജാഅത് ഇംറഅത്തുൻ മിൻ ഖസാമ ആമ ഹജ്ജത്തുൽ വദാഇ قالت يا رسول الله إن فريضة الله على عباده في الحج أدركت أبي شيخا كبيرا لا يستطيع أن يستوي على الراحلة فهل يقضي عنه أن أحج عنه؟ قال نعم. ആണിന് പകരം ഒരു സ്ത്രീ ഹജ്ജ് ചെയ്യുന്നത്. ഹജ്ജ് ഇംറഅത്തി അനിർ റജുലി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അൽ ഫദ്ൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ ഇരുന്ന് യാത്ര ചെയ്യായിരുന്നു ഒരേ ഒട്ടകത്തിൻ്റെ പുറത്ത്. ഒരു സ്ത്രീ ഖസാം ഗോത്രത്തിൽ നിന്നുള്ളവൾ വന്നിട്ട് പറഞ്ഞു, അൽ ഫദ്ൽ അവളെ നോക്കി, അവൾ അവനെയും നോക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫദ്ലിൻ്റെ മുഖം പിടിച്ച് മറ്റേ വശത്തേക്ക് തിരിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ പിതാവ് അള്ളാഹുവുമായി ഒരു കടത്തിൽ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തത്തിൽ പെട്ടുപോയി ഹജ്ജിൻ്റെ കാര്യത്തിൽ. അതായത് ഹജ്ജ് ചെയ്യാം എന്ന് തീരുമാനിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഭയങ്കര വയസ്സനായ മനുഷ്യനാണ്, ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ റാഹിലയുടെ പുറത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി യാത്ര ചെയ്ത് വന്ന് ഹജ്ജ് ചെയ്യൽ നടക്കില്ല, എനിക്ക് അദ്ദേഹത്തിന് പകരം ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഉവ്വ. അത് ഹജ്ജത്തുൽ വദാഇൻ്റെ കൊല്ലമായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജ്. عن عبد الله بن عباس رضي الله عنهما قال كان الفضل رديف النبي صلى الله عليه وسلم فجاءت امرأة من خثام فجعل الفضل ينظر إليها وتنظر إليه فجعل النبي صلى الله عليه وسلم يصرف وجه الفضل إلى الشق الآخر فقالت إن فريضة الله أدركت أبي شيخا كبيرا لا يثبت على الراحلة أفأحج عنه؟ قال نعم وذلك في حجة الوداع.
ആൺകുട്ടികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഹജ്ജ് സിബിയാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മീനായിലേക്ക് വിട്ടു സാധനങ്ങളുമായിട്ട്. യാത്രാ സാമഗ്രികൾ, ഭാണ്ഡക്കെട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ജമായിൽ നിന്നാണ് വിട്ടത്, അതായത് മുസ്ദലിഫയിലുള്ള ജമായിൽ നിന്ന് രാത്രിയിൽ കുട്ടികൾ ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു. സമയത്തു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യഖൂലു യസനി ഔ ഖദ്ദമനി അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സഖലി മിൻ ജമ്മിൻ ബിലൈലിൻ. സ്ത്രീകളും കുട്ടികളും കഴിവില്ലാത്തവർ നേരത്തെ പോകുന്നു, തിരക്ക് വരുന്നതിന് മുമ്പ് പോകുന്നതിനെ പറ്റിയൊക്കെ ഹജ്ജിൽ കണ്ടിരുന്നു. അതേ ഹദീസ് തന്നെയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ എൻ്റെ പെൺ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്ത് കൊണ്ടുവന്നു. എനിക്ക് അപ്പോൾ പ്രായപൂർത്തിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയായിരുന്നു മീനായിൽ. ഞാൻ ഒന്നാമത്തെ സഫിൻ്റെ കുറച്ച് മുമ്പിൽ കൂടെ ഇങ്ങനെ നടന്നുപോയി. അവിടെ നിന്ന് ഇറങ്ങി മൃഗം അവിടെ പുല്ല് തിന്നാൻ തുടങ്ങി. ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിലുള്ള ആളുകളുടെ ഒപ്പം നിരന്ന് നിന്നു, അതായത് സഫി കയറി നിന്നു. റിപ്പോർട്ടർമാരിൽ ഒരാൾ കൂട്ടിച്ചേർക്കുന്നു, ഇത് മിനായിൽ ആയിരുന്നു, റസൂലിൻ്റെ ഹജ്ജത്തുൽ വദാ ആയിരുന്നു. أن عبد الله بن عباس رضي الله عنهما قال قبلت وقد ناهزت الحلم أسير على أتان لي ورسول الله صلى الله عليه وسلم قائم يصلي بمنن حتى سرت بين يدي بعض الصف الأول ثم نزلت عنها فرتعت فصففت مع النار وراء رسول الله صلى الله عليه وسلم وقال يونس عن ابن شهاب بمنن في حجة الوداع. അസ്സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, എൻ്റെ മാതാപിതാക്കളുടെ കൂടെ ആയിരിക്കുമ്പോൾ എന്നെ ഹജ്ജ് ചെയ്യിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാൻ 7 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു അപ്പോൾ. ഫത്ഹുൽ ബാരിയിൽ ഇതിൻ്റെ വിശദീകരണമുണ്ട്, 4ാമത്തെ വാല്യം 442 പേജ്. അനിസ്സായിബ് ഇബ്നു യസീദ ഖാല ഹുജ്ജ ബി മാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അന ഇബ്നു 7 സിനീൻ. ജുവൈദ് ഇബ്നു അബ്ദുറഹ്മാൻ വിശദീകരിക്കുന്നു, ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അസ്സായിബ് ഇബ്നു യസീദിനെ പറ്റിയിട്ട്. അതായത് അവൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സാധനങ്ങളൊക്കെ ചുമന്നുണ്ട്. അനിൽ ജുവൈദി ഇബ്നു അബ്ദുറഹ്മാൻ ഖാല സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് യഖൂലു ലിസ്സായിബി ഇബ്നു യസീദ് വകാന ഖദ് ഹുജ്ജ ബിഹി ഫി സഖലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളുടെ ഹജ്ജ് നിസായി. ഇബ്രാഹിമിൻ്റെ വല്യാപ്പ വിശദീകരിക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഹജ്ജിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ ഹജ്ജ് ചെയ്യാൻ അനുവദിച്ചിരുന്നു. അവരോടൊപ്പം അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇവരെയൊക്കെ എസ്കോർട്ട് അല്ലെങ്കിൽ അംഗരക്ഷകരായി സുരക്ഷിതത്വത്തിന് വേണ്ടി കൂടെ അയച്ചിരുന്നു. അപ്പോൾ ഇത് ഒരു വലിയൊരു സംഭവമാണ് ഈ പറയുന്നത്. റസൂലിൻ്റെ മരണശേഷം റസൂലിൻ്റെ ഭാര്യമാരെ ഹജ്ജ് ചെയ്യാൻ പൊതുവെ ആരും അനുവദിച്ചിരുന്നില്ല, അവർ നിർബന്ധം പിടിക്കാറുണ്ടായിരുന്നു. ഖലീഫമാർക്ക് പേടിയായിരുന്നു, കാരണം ആരെങ്കിലും ഉന്തോ തള്ളോ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് താങ്ങാൻ പറ്റാത്തതാണ് അവർക്ക്. കാരണം അവർക്ക് റസൂലിൻ്റെ ഭാര്യമാർ എന്ന് പറയുന്നത് ഉമ്മുൽ മുഅ്മിനാത്തായിരുന്നു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മ. നമ്മുടെ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയുന്ന പോലെ ആ രാഷ്ട്രത്തിൻ്റെ മാതാവാണ്, നമ്മുടെയൊക്കെ മാതാവാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അല്ലെങ്കിൽ സുരക്ഷിതത്വ പ്രശ്നം ആരെങ്കിലും വന്ന് കൊല്ലുക ഇങ്ങനെയുള്ള ഉണ്ടായാൽ പിന്നെ അള്ളാഹുവിനോടോ റസൂലിനോടോ അവർക്ക് മറുപടി പറഞ്ഞ് തീർക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിചാരമുണ്ടായിരുന്നുകൊണ്ട് അവരത് അനുവദിക്കാറില്ലായിരുന്നു. അവസാനം നിർബന്ധിച്ച് ഒരുപാട് നിർബന്ധം പിടിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഹജ്ജിന് അവർക്ക് അനുവാദം കൊടുത്തു. ഭയങ്കര നിയമങ്ങളൊക്കെ വച്ചിരുന്നു, അത് വലിയ സംഭവമാണത്. അവർ തവാഫ് ചെയ്യുന്ന സമയത്ത് ആണുങ്ങൾക്കൊന്നും തവാഫ് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പുതിയ നിയമങ്ങളൊക്കെ സ്ഥാപിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. ഒരൊറ്റ ആണും ആ സമയത്ത് തവാഫ് ചെയ്യാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ തവാഫ് ചെയ്യാൻ പാടുള്ളൂ. ഈ 2 സെക്യൂരിറ്റി ഗാർഡായി വിട്ടവരൊക്കെ അവരുടെ മുമ്പിലും യാത്ര ചെയ്യരുത്, പുറകിലും യാത്ര ചെയ്യരുത്, അവരുടെ ഒപ്പം 2 വശത്തായി യാത്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയൊരു സംഭവം പോലെയാണ് അത് ചെയ്തത്. കാരണം അവർക്ക് അത്രയധികം സൂക്ഷ്മതയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തവും ആ ഹജ്ജിൽ ഉണ്ടായിരുന്നു അമീറായിട്ട് എന്ന് തോന്നുന്നു. അല്ലാഹു അലം. حدثنا إبراهيم عن أبيه عن جده أذن عمر رضي الله عنه لأزواج النبي صلى الله عليه وسلم في آخر حجة حجها فبعث معهن عثمان بن عفان وعبد الرحمن. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, വിശ്വാസികളുടെ മാതാവ്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധ യുദ്ധങ്ങളിൽ
പങ്കെടുക്കണോ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ജിഹാദിൽ പങ്കെടുക്കണോ? അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾക്ക് പറ്റിയ ഏറ്റവും വലിയ ജിഹാദ്, അല്ലെങ്കിൽ ജിഹാദിൻ്റെ ഏറ്റവും കൂടിയ സ്ഥാനം സ്ത്രീകൾക്കുള്ളത് ഹജ്ജാകുന്നു. ഹജ്ജ് മബ്രൂർ, സ്വീകരിക്കപ്പെട്ട ഹജ്ജ്, അള്ളാഹു സ്വീകരിച്ച ഹജ്ജ്, അതാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ജിഹാദ്. ആയിഷ കൂട്ടിച്ചേർക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് കേട്ടതിന് ശേഷം ഞാൻ ഹജ്ജ് ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല എന്ന് തീരുമാനിച്ചു. ആയിഷത ഉമ്മുൽ മുഅ്മിനീന റളിയല്ലാഹു അൻഹ ഖാലത് ഖുൽതു യാ റസൂലല്ലാഹ് അലാ നഉസു ഔ നുജാഹിദു മഅകും ഫഖാല ലകിൻ അഹ്സനൽ ജിഹാദി വഅജ്മലുൽ ഹജ്ജു ഹജ്ജു മബ്റൂറുൻ ഫഖാലത് ആയിഷതു ഫലാ അദഉൽ ഹജ്ജ ബഅദ ഇദാ സമഅതു ഹാദാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു സ്ത്രീ ദു മഹ്റം, അതായത് ഭർത്താവ് അതല്ലെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് കല്യാണം കഴിക്കാൻ പാടില്ലാത്ത ഒരു ആണ്, ഇവരോടൊപ്പമല്ലാതെ സ്ത്രീ യാത്ര ചെയ്യരുത്. ഒരു സ്ത്രീയെ ഒരു മനുഷ്യൻ സന്ദർശിക്കരുത്, അന്യ സ്ത്രീയെ, ദു മഹ്റം, അതായത് കല്യാണം കഴിക്കാൻ പാടില്ലാത്ത ഒരാളുടെ സാന്നിധ്യത്തിൽ അല്ലാതെ. അപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ ഹജ്ജ് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ ഇല്ല കൂടെ പോകാൻ വേണ്ടിയിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളോടൊപ്പം നീ ഹജ്ജിന് പോകുക. കാരണം അത്ര ജിഹാദിന് പോകുന്നതിനേക്കാളും നല്ലത് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതിൽ ഈ ഭാര്യയ്ക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല, ഭാര്യയുടെ ഹജ്ജ് ജിഹാദാണ്. عن ابن عباس رضي الله عنهما قال قال النبي صلى الله عليه وسلم لا تسافر المرأة إلا مع ذي محرم ولا يدخل عليها رجل إلا ومعها محرم فقال رجل يا رسول الله إني أريد أن أخرج في جيشي كذا وكذا وامرأتي تريد الحج فقال يخرج معها. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ അദ്ദേഹം ഉമ്മ് സിനാൻ അൽ അൻസാരിയയുടെ അടുത്ത് ചോദിച്ചു, നീ എന്താണ് ഹജ്ജിന് വരാതിരുന്നത്, അല്ലെങ്കിൽ നിന്നെ എന്താണ് ഹജ്ജ് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞത്? അവൾ മറുപടി പറഞ്ഞു, ഇന്ന ആളുടെ പിതാവ്, അതായത് മോൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നുള്ള രീതിയിൽ ആൾക്ക് 2 ഒട്ടകങ്ങളുണ്ട്. അദ്ദേഹം ഒരെണ്ണത്തിൻ്റെ പുറത്ത് ഹജ്ജിന് വേണ്ടി പോയി, രണ്ടാമത്തേതിനെ കൃഷി നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, മണ്ണ് നനയ്ക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഒട്ടകമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് യാത്രാ സൗകര്യമില്ല എന്നുള്ള രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് പറഞ്ഞു, നീ പോയി റമളാനിൽ ഉംറ ചെയ്യുക, അത് ഹജ്ജിന് തുല്യമാണ്, അതല്ലെങ്കിൽ എന്നോടൊപ്പം ഹജ്ജ് ചെയ്യുന്നതിന് തുല്യമാണ്, റസൂലിനോടൊപ്പം. അപ്പം നമുക്കൊക്കെ എളുപ്പ വഴിയാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് ചെയ്യുന്നതിനുള്ള കൂലി കിട്ടും, അതല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്നതിൻ്റെ കൂലി കിട്ടും. റമളാനിൽ ഒരു ഉംറ ചെയ്താൽ മതി. 1782 ഹദീസിൽ ഇത് മുമ്പ് പരാമർശിച്ചിട്ടുണ്ട്. عن ابن عباس رضي الله عنهما قال لما رجع النبي صلى الله عليه وسلم من حجته قال لأم سنان الأنصارية ما منعك من الحج؟ قالت أبو فلان تعني زوجها حج على أحدهما والآخر يسقي أرضا لنا. قال فإن عمرة في رمضان تقضي حجة أو حجة معي. ഖസാ വിശദീകരിക്കുന്നു, സിയാദിൻ്റെ അടിമയാണ്. അബൂ സയ്യിദ് 12 യുദ്ധങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതായിട്ട്, ഞാൻ 4 കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ടു, അല്ലെങ്കിൽ ഞാൻ അവയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടകരമായി തോന്നി, അത് അംഗീകരിക്കപ്പെടേണ്ടതും സമ്മാനിക്കപ്പെടേണ്ടതും ആണ് എന്നെനിക്ക് തോന്നി. അവ സ്ത്രീകൾ യാത്ര ചെയ്യരുത്, അവരുടെ ഭർത്താവോ അതല്ലെങ്കിൽ ദു മഹ്റമോ ഇല്ലാതെ 2 ദിവസത്തിൽ കൂടുതലുള്ള യാത്ര സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ല. 2 ദിവസങ്ങളിൽ ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ, ഈ 2 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു, പിടിക്കാൻ പാടില്ല. 2 നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു നമസ്കാരവും നമസ്കരിക്കാൻ പാടില്ല, സുന്നത്ത് പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവ അസറിന് ശേഷം മഗ്രിബ് വരെ അല്ലെങ്കിൽ സൂര്യാസ്തമയം വരെയും, പിന്നെ രാവിലത്തെ നമസ്കാരം, അതായത് ഫജ്ർ നമസ്കാരം അല്ലെങ്കിൽ സുബ്ഹ് നമസ്കാരം, അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യോദയം വരെയും നമസ്കരിക്കാൻ പാടില്ല. ഇതെല്ലാം
ഉത്തരവാണ്, തെറ്റിക്കാൻ പാടില്ല. യാത്ര ചെയ്യാൻ പാടില്ല 3 പള്ളികളിലേക്ക് ഒഴികെ. മസ്ജിദുൽ ഹറം മക്കയിലുള്ളത്, എൻ്റെ പള്ളി അത് മദീനയിലുള്ളത്, മസ്ജിദുൽ അഖ്സ ജെറുസലമിലുള്ളത്. ഈ 3 പള്ളികളിലേക്കല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ഏർവാടി, വേളാങ്കണ്ണി, മുത്തുപ്പേട്ട, ഭീമാപ്പള്ളി എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് എങ്ങോട്ടാണ് എന്ന് രണ്ടാമത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഹദീസ് നമ്മൾ നേരത്തെയും പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സഹാബി അല്പം ആത്മാഭിമാനത്തോടെയും സന്തോഷത്തോടെയൊക്കെയാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ ഞാൻ റസൂലിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അത് അംഗീകരിക്കപ്പെടേണ്ടതും സമ്മാനിക്കപ്പെടേണ്ടതുമായി എനിക്ക് തോന്നി എന്ന്. അതായത് എന്തോ വലിയ കാര്യമായിട്ടാണ് അതിനെ കണ്ടത്. ഈ 4 നിയമങ്ങളും വലിയ വലിയ മത നിയമങ്ങളാണ്. സ്ത്രീകൾ 2 ദിവസത്തിൽ കൂടുതൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. നമ്മളത് പാലിച്ചേ പറ്റുള്ളൂ. ഒറ്റയ്ക്കൊക്കെ പലയിടത്തും പോകാറൊക്കെ ഉണ്ട്. കഴിയുന്ന ആരെങ്കിലും കൂടെ പോവുക. പിന്നെ 2 ദിവസം നോമ്പ് പിടിക്കാൻ പാടില്ല എന്നുള്ള പെരുന്നാൾ നിസ്കാരങ്ങളിൽ നമ്മളെല്ലാം പാലിക്കാറുണ്ട്. പെരുന്നാൾ നോക്കിയിരിക്കുന്നവരാണല്ലോ നമ്മൾ, അതുകൊണ്ട് അത് ചെയ്യാറില്ല. സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് പൊതുവേ നമ്മളെല്ലാവരും പാലിക്കാറുണ്ട്. പക്ഷെ 3 പള്ളികളിൽ ഒഴിച്ച് വേറെ എവിടെ യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പാലിക്കാറില്ല. നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രാവശ്യമെങ്കിലും ഈ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു പുറത്തു തരട്ടെ. ആമീൻ. عن قزاة مولى زياد قال سمعت أبا سعيد وقد غزا مع النبي صلى الله عليه وسلم 12 غزوة قال 4 سمعتهن من رسول الله صلى الله عليه وسلم أو قال يحدثهن عن النبي صلى الله عليه وسلم فأعجبنني وأنقنني ألا تسافر امرأة مسيرة يومين ليس معها زوجها أو ذو محرم ولا صوم يومين الفطر والأضحى ولا صلاة بعد الصلاتين بعد العصر حتى تغرب الشمس وبعد الصبح حتى تطلع الشمس ولا تشد الرحال إلا إلى 3 مساجد مسجد الحرام ومسجد الأقصى. ഇതൊക്കെ നമ്മളൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് അറിവില്ലാത്തവർക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ ദിവസവും ഉപയോഗിക്കുന്നുണ്ട് മണിക്കൂറുകളോളം. പക്ഷേ ഇതൊന്നും ആർക്കും നമ്മൾ അയച്ചു കൊടുക്കാറില്ല. അയച്ചു കൊടുത്താൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ബോധം വെച്ച് നന്നായില്ലെങ്കിലും നമുക്ക് കൂലി കിട്ടും. അയച്ചു കൊടുത്തതിന് നന്നായാൽ കുറേ കൂലി കിട്ടും. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.